സോ എലക്ഷൻ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല രീതിയിലുള്ളൊരു ഫോള് മാർക്കറ്റിൽ ഉണ്ടാക്കി അല്ലേ? ഏകദേശം ഒരു 4000 പോയിന്റ്സ് അബോ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അവസ്ഥ എന്താണ്? എല്ലാവരും അപ്ഡേറ്റ് ചെയ്യട്ടെ. അപ്പോൾ പ്രീവിയസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഓൾറെഡി മാർക്കറ്റ് ഒരു നല്ലൊരു ഗ്യാപ്പപ്പിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സോ നമ്മളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എൻട്രി സെറ്റപ്പ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 800 പോയിന്റ്സിൻ്റെ ഒരു റാലി നമുക്ക് അതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ ഒരു കാര്യം അതിൽ പ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതെന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാമല്ലോ അല്ലേ? അപ്പോൾ ടെലിഗ്രാമിലുള്ള ആളുകളുണ്ടാവും, ഇല്ലാത്തവർ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ ജോയിൻ ആവാവുന്നതാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ പ്ലാൻസും പഠിക്കാനുള്ളൊരു മെയിൻ സോണാണ്. നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചാറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നൊരു ഏകദേശം ഒരു 2 ട്രേഡാണെന്ന് മെയിൻലി ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺസും വരുമ്പോൾ ഉണ്ടാകുന്ന സിനാരിയോസ്, അതുപോലെ നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽസ് അല്ലേ, നമ്മൾ SNR ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സോൺസ് ഉണ്ട് അല്ലേ, ആ സോണിലേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റിൽ രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ മേജർ ഡിമാൻഡ്സ് ഉള്ളൂ വന്നപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ എടുത്തിട്ട് വെറുതെ ചാടിക്കറിയല്ല, കൺഫർമേഷൻ കിട്ടി പ്രോപ്പർ എൻട്രി, അത് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അധികം കഥ പറഞ്ഞ് വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ മാർക്കറ്റ് എന്താ അല്ലേ നടന്നത്? നല്ല രീതിയിലുള്ളൊരു ഫോളാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്രീവിയസ് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇന്നലത്തെ മൊമെൻറ്റും കൂടെ ബേസ് ചെയ്തിട്ട് ആളുകൾ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, നല്ല രീതിയിൽ അവരിന്ന് ലോസ് സഹിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് അല്ലേ, മേളിലേക്ക് പോകണമെങ്കിലുള്ള ലെവൽസ്. നമ്മുടെ സൈക്കോളജിക്കൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മേജറായിട്ടുള്ള 50 മിനിറ്റിൻ്റെ ഡിമാൻഡ് കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലേ. സോ നമുക്ക് എന്തായാലും കണ്ടീഷൻ നോക്കാം. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ സൈഡിലേക്ക് ഒരു നല്ല ട്രേഡ് ഉണ്ടായിരുന്നു നമുക്ക്. അതേപോലെ താഴേക്ക് നോക്കുകയാണെങ്കിലും രാവിലെ നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് കണ്ടീഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, 50,000 ഒന്നായതിനെ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. 50,000. ഓക്കെ, പിന്നെ അടുത്ത ലെവൽ ഏതാണ്? 49,500. ഓക്കെ, പക്ഷെ ഇതേപോലെ നമ്മൾ എല്ലാ ലെവലുകളും പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49,500, അടുത്ത ഏതാ 49,000. ഇതാണ് കറൻ്റ്ലി നമുക്ക് ത്രൂ ഔട്ട് ടാർഗറ്റ് ചെയ്യാം. സോ ഈ ഒരു ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ. വെറുതെ കുറേ ലെവൽസ് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. സോ ഇതൊക്കെ റെസ്പെക്ട് ചെയ്യണം. സോ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള നമ്മളുടെ കറൻ്റ്ലി സൈക്കോളജിക്കൽ സോണുകൾ, ഇതാണ് താഴേക്കുള്ള. സോ ഈ ഡിമാൻഡ് ഫെയിൽ ആയാലും അതിൻ്റെ അർത്ഥം എന്താണ്, 50 മിനിറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയെന്നുള്ളത്. സോ നമുക്ക് രാവിലെ തന്നെ 50 മിനിറ്റിൻ്റെ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, ത്രൂ ഔട്ട് രാവിലത്തെ 15 മിനിറ്റിൽ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം തന്നെയാണ് താഴേക്ക് തന്നിട്ടുള്ളത്. കണ്ടോ, ഏകദേശം 1000 പോയിൻ്റ് 1500 പോയിൻ്റ് അടുത്തല്ലേ. സോ നമുക്ക് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും നമ്മൾ പഠിച്ച ബേസ് ചെയ്തിട്ടില്ലേ, നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. രാവിലത്തെ തന്നെ മാർക്കറ്റ് 50,000 അല്ലേ ഇവിടെ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഒപ്പം നമ്മുടെ മേജറായിട്ടുള്ള 15 മിനിറ്റിൻ്റെ കണ്ടോ ഡിമാൻഡ് സോണിൻ്റെ അവിടെയാണ്. സോ അതിനെ ഫെയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് താഴേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അല്ലേ. സോ മാർക്കറ്റ് എഗെയിൻ കണ്ടോ ത്രോട്ട് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് നോക്കേണ്ട കണ്ടീഷൻ എന്താ, ഡേ ലോയും ഡേ ഹൈയും മാർക്ക് ചെയ്ത് നോക്കുക. സോ ഇവിടെ സിമ്പിളായിട്ട് ഡേ ലോവിൻ്റെ ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് തന്നിട്ടുണ്ട് കണ്ടോ, BOS മാർക്കറ്റ് ഇവിടെ തന്നു. സോ ഇനി നോക്കാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ്, സിമ്പിളായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ മാർക്കറ്റ് ഒന്ന് മേളിലേക്ക് വന്ന സിനാരിയോ ഉണ്ടാവണം അല്ലേ. ഇവിടെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് മേളിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇവിടെ തൊട്ടടുത്ത് 49,500 എന്നുള്ള സോൺ ഉണ്ട്. സോ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടോട്ടലി ഉള്ള ഈ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം. കണ്ടോ, അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാമല്ലോ. ഈ ഒരു സോണിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഇന്നത്തെ ദിവസത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈലി വോളട്ടൈലാണ് മാർക്കറ്റ്. സോ കൂടുതൽ ആളുകളും ട്രേഡ് എടുക്കണില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം എന്താണ്,
ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസുകൾ കീപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാണ് ട്രേഡ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾ സ്റ്റോപ്പ് ലോസിൽ കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഓപ്ഷൻ ബയേഴ്സിൽ. സോ ഇവിടെ മൊമെൻ്റം മാർക്കറ്റ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് റിവാർഡ് ഫോക്കസ് ചെയ്യാം. മനസ്സിലായോ? റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ. കണ്ടോ, യെസ്, ഈ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ഇവിടെ മാർക്കറ്റിൽ 700 പോയിന്റ്സ് മാർക്കറ്റ് താഴേക്ക് ടാർഗറ്റ് പോയിന്റ് ഉണ്ട്, ടാർഗറ്റ് സോൺസ് ഉണ്ട്. അല്ല, അപ്പോൾ ഇത് മൂവ് ചെയ്യുമെന്ന് വെച്ചാൽ വിക്സ് ഇത്ര ഹൈ ആയിട്ട് നിൽക്കല്ലേ, മാർക്കറ്റ് നല്ല വോളറ്റൈൽ ആയിരിക്കും. ആ വോളറ്റൈൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഭയങ്കര വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ലോട്ട് സൈസ് ഒക്കെ നിങ്ങൾ കുറച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് 10 ലോട്ട് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സിലാവും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു രാവിലെ ഉണ്ടായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട്ലി. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമ്മുടെ മേജർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സോൺ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളതിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. സോ ഇത്രയും വലിയ മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് റീടെസ്റ്റ് നമുക്ക് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു കുഴപ്പമൊന്നുമില്ല. സോ അഗ്രസീവ് കണ്ടീഷൻസിൽ നമുക്ക് ഈ പറയുന്ന ഫിബ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് നോക്കാം. ഫിബിൽ ഇക്വിലിബ്രിയം കണ്ടോ, കറക്റ്റ് നിങ്ങൾ നോക്കിക്കുക, നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ് നമ്മളുടെ ഈ ഒരു സൈക്കോളജിക്കൽ ലെവൽ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യെസ്, എഗെയിൻ മാർക്കറ്റ് കണ്ടോ, കണ്ടോ കറക്റ്റാ 50 to 60 എന്നുള്ള ഒരു സോണിൽ മാർക്കറ്റ് എഗെയിൻ വന്നു. സോ ഇതൊക്കെ ചെറിയ മൊമെൻ്റ് ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 400 പോയിന്റ്. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ മൊമെൻ്റ് ആണോ? സിമ്പിളായിട്ട് പറഞ്ഞത് ചെറിയ മൊമെൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന റിസ്കിനുള്ള RR കിട്ടണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ 400 പോയിന്റ് 500 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന വലിയ സംഭവമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ ക്വാണ്ടിറ്റി കുറക്കുന്നുണ്ട്, നമ്മുടെ RR നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക അല്ലേ. റിസ്ക് റിവാർഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ റിസ്ക് റിവാർഡ് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ വലിയ ടാർഗറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് വലിയ ടാർഗറ്റ് എന്ന് പറയാനൊന്നുമില്ല. അതൊക്കെ മാർക്കറ്റ് തരാവുന്ന സിറ്റുവേഷനുള്ളൂ. അപ്പോൾ 200 പോയിന്റ് വരെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വരാം. അപ്പോൾ 30-40 ഒക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർ എന്തായാലും ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് SL ആയിരിക്കുള്ളൂ അല്ലേ. നിങ്ങൾ മനസ്സിലാക്കും മാർക്കറ്റിൻ്റെ റിയാലിറ്റി, മാർക്കറ്റിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട്ലി ഇതാണ് സിറ്റുവേഷൻ. മനസ്സിലാവും? അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പക്ഷേ ഗെയിം മാർക്കറ്റ് അതിന് ശേഷം എന്ത് ചെയ്തേ, ഈ മാർക്കറ്റ് വന്ന് പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ മാർക്കറ്റ് ആദ്യം വന്നു അടുത്ത 500 സോണിലേക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 500 സോൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് 500 സോണിലേക്ക് മാർക്കറ്റ് വന്നു. ഇത് 1 മിനിറ്റിൻ്റെ കണ്ടീഷനായിട്ടോ നമ്മൾ കാണിക്കുന്നത്, 15 മിനിറ്റ് ഒന്നുമല്ല, 1 മിനിറ്റിലാണ് മാർക്കറ്റ് 500 റാലി ചെയ്യണേ. കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തു. ഇവിടെ നിന്ന് മാർക്കറ്റ് നമ്മുടെ ടാപ്പ് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ സോൺ റെസ്പെക്ട് ചെയ്യുന്ന കാണാം. എഗെയിൻ വന്ന് സൈക്കോളജിക്കൽ സോണിൽ നിന്ന് എഗെയിൻ മേളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു, പിന്നെയും മാർക്കറ്റ് താഴേക്ക്. അപ്പോൾ ആ ഒരു സോൺ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ. സോ ഇതാണ് കറണ്ട്ലി നമുക്ക് രാവിലെ ഉണ്ടായിട്ടുള്ള ട്രേഡ്. സോ അതിന് ശേഷം നമുക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മാർക്കറ്റിൽ മേജറായിട്ട് ഒരു ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സോൺ ഇതല്ലേ. യെസ്, പിന്നീട് നമുക്ക് ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പിന്നെ ഹൈലി വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ കൺഫർമേഷൻ നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കൺഫർമേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്കൊരു 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ മാത്രം മേളിലേക്ക് നോക്കേണ്ട കണ്ടീഷനുള്ളൂ എന്തായാലും. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ത്രൂ ഔട്ട് ഡൗൺ സൈഡിലേക്കാണ് രാവിലെ മാർക്കറ്റ് മൊമെൻറ്റം തന്നിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് പിന്നെയും താഴേക്കുള്ള മൊമെൻ്റ് ആണ് തന്നത്. യെസ്, കണ്ടോ, സ്റ്റിൽ ഡൗൺ സൈഡാണ്. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. കണ്ടോ, യെസ്, ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ 50% ഇമിറ്റേഷൻ സോണിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പിന്നീട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ര അഗ്രസീവായിട്ട് മാർക്കറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഡിമാൻഡ് ഡെയിലി ഡിമാൻഡ് സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ പക്ഷേ ഇവിടെ ഒരു കൺഫർമേഷൻ വേണം അല്ലേ. അപ്പോൾ കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ ട്രേഡ് നോക്കിയിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല അല്ലേ. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് 500-1000 പോയിന്റ് വീണിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം കൺഫർമേഷനും ചെറിയ SL അല്ലെങ്കിൽ കൺഫർമേഷൻ കൂടുമ്പോഴാണ് നമുക്ക് SL ഒക്കെ ചെറുതായും വലുതായൊക്കെ വരിക, മാറി വരിക. മനസ്സിലാവും? അപ്പോൾ അതൊക്കെ നമ്മളിന്ന് പ്രോപ്പറായിട്ട് ഗ്രൂപ്പിലേക്ക് ഞാൻ പോവാം. യെസ്, ഇവിടെ അടുത്തൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതായിട്ട് കാണാം. യെസ്, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് സോണിന് താഴെ മാർക്കറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഗ്രാബ് ചെയ്യാം അല്ലേ. അതിന് താഴെയുള്ള ഓർഡേഴ്സൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് ഗ്രാബ് ചെയ്യാം. സോ നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്തു സ്റ്റിൽ ഒരു ഫുൾ ബാക്കിന് വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെസ്, മാർക്കറ്റ് ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം താഴെ വന്നു. ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ. ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മാർക്കറ്റ്
ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. യെസ്, കണ്ടോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. സോ നമ്മൾ എടുത്തിട്ടുള്ളത് മേജറായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സോണാണ് കൺസിഡർ ചെയ്തത്. കാരണം ഇത്ര അഗ്രസീവായിട്ട് ഫോളോ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് മേളിലേക്ക് നോക്കാനുള്ള കണ്ടീഷൻ നമുക്കുള്ളത്. സോ ഇവിടെ കുറച്ച് അഗ്രസീവായിട്ട് നോക്കാം. പക്ഷേ ഈ ഒരു ഡിമാൻഡ് സോണിനെ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോണിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാം. അതും പ്ലാൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. യെസ്. സോ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. കാരണം ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഇവിടെ തന്നു അല്ലേ. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇവിടെ തന്ന സമയത്ത് മേജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. മേജർ ആ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഹൈനെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അല്ലേ. എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ക്രിയേറ്റ് ആയി. സോ എഗെയിൻ പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ചേഞ്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ബിഗിനേഴ്സ് ഉണ്ടാവും അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്? നമ്മൾ അടുത്ത് നെക്സ്റ്റ് വീക്കിൽ ഈ സൺഡേ നമ്മളൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ ടെക്നിക്കലിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ എല്ലാവരും നോക്കാം. അപ്പോൾ കുറച്ച് ഡൗട്ട് ഉള്ളവർക്കൊക്കെ അപ്പോൾ ക്ലിയർ ആവട്ടെ. യെസ്. അപ്പോൾ ഇവിടെയാണ് കറൻ്റ്ലി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു മൊമെൻറ്റം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റം മാർക്കറ്റിലുണ്ട് അല്ലേ. സോ കണ്ടോ ഏകദേശം 1000 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു പ്ലാൻ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇതായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12:45 ആയപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മേളിലേക്ക് കാണുമ്പോൾ ചെറുതാണ് അല്ലേ, ഇത്രേ ഉള്ളൂ. നോക്കി 46,000 നിന്നും 48,000 നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലായി ഏകദേശം ഞാൻ പറഞ്ഞത്. ഇവിടെ ഇട്ടപ്പോഴിട്ട് പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? LTF കൺഫർമേഷൻ ടു അപ്സൈഡ്. LTFൻ്റെ കൺഫർമേഷൻ എടുത്തിട്ട് നോക്കാൻ. യെസ്, കണ്ടോ. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് ഇട്ട് കണ്ടോ. ഫ്യൂച്ചർ നമ്മൾ കോർഡിനേറ്റ് ചെയ്തപ്പോൾ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതായിട്ട് കാണാം. കണ്ടോ. യെസ്. ഇതിന് ഇൻറ്റേർണൽ മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു റാലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ. അപ്പോൾ എൻട്രി ഇവിടെ നിന്നാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻട്രി നോക്കി, എൻട്രി കൺഫർമേഷന് ശേഷം നമുക്ക് ഇവിടെയാണ് ഒരു എൻട്രി ഇട്ടിട്ടുള്ളത്. കണ്ടോ. എൻട്രി ഇവിടെ നിന്ന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ അതാണെങ്കിലും കാണുമ്പോൾ ചെറുതായിരിക്കും അല്ലേ. പക്ഷെ നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റിൽ വന്നിട്ടുണ്ട് മുകളിലേക്ക്. ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞ പ്ലാനിലേക്ക് മാർക്കറ്റ് എത്തി. സോ പ്രോപ്പർ പ്ലാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലാൻ? നമുക്ക് അതിലേക്ക് നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അല്ലേ. എൻട്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് പ്ലാൻ എടുത്തതെന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ 15 മിനിറ്റിൽ പ്രോപ്പറായിട്ട് അഗ്രസീവായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം? താഴേക്ക് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഒരു ചെറിയൊരു ക്യാൻഡിൽ സ്റ്റിക്സ് റീടെസ്റ്റ് തന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്. സോ അവിടെ നിന്ന് നമുക്കൊരു റീടെസ്റ്റ്, ആ ഒരു വന്ന മൊമെൻറ്റത്തിൻ്റെ റീടെസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 15 മിനിറ്റിൻ്റെ ഒരു റീടെസ്റ്റ് എത്ര ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. കണ്ടോ. അഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ നമ്മൾ ഇങ്ങോട്ട് മാത്രമാണ് പ്ലാൻ ഇട്ടത്, വേറെ ഒന്നുമല്ല. ഈ ഒരു സോൺ നിങ്ങൾ നോക്കിക്കുക. നമ്മൾ അവിടെ താഴേക്ക് ഇട്ടാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കൺഫർമേഷൻ ട്രേഡ്സ് എടുത്ത് കയറുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ അല്ലാത്ത കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ 485 പോയിന്റ്, അതിനുള്ളിൽ മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഹൈ വരെ വരാം അല്ലേ. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റ് പ്ലോട്ട് ചെയ്ത് താഴേക്ക് ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോണിൽ എത്തുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പ്ലാൻ നോക്കുക. ഒരു ഓവറായിട്ട് വെറുതെ പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ട്രേഡിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലാതെ ഇങ്ങനത്തെ ടെസ്റ്റിൽ കയറി, ഞാനത് ഗ്രൂപ്പിൽ ഇടാത്തതിൻ്റെ മെയിൻ കാര്യം അതാ. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മൾ അങ്ങോട്ടേക്ക് മാത്രം പ്ലാൻ ഇട്ടുള്ളൂ. കണ്ടോ. അങ്ങോട്ടേക്ക് മാത്രം പ്ലാൻ ഇട്ടുള്ളൂ. സോ കണ്ടിന്യൂഷനാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് ഇവിടെ ഈ ഒരു സോണിലാണ്. കണ്ടോ. 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. കണ്ടോ. ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. മനസ്സിലായോ. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ മാർക്കറ്റിൽ എവിടെയാണ് എൻട്രി എന്നുള്ളൊരു കാര്യമുണ്ട്. കണ്ടോ. ഇതിൻ്റെ 50% ഈ വന്നിരിക്കുന്ന ടോട്ടൽ മൂവ്മെൻറ്റത്തിൻ്റെ 50% സോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻട്രി എടുക്കാൻ പറ്റും. കണ്ടോ. ഇവിടെയായിരുന്നു നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ട് 50% സോണിലാണ് നോർമലി. അപ്പോൾ ഇത്രയും അഗ്രസീവ് കണ്ടീഷനിൽ കണ്ടു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 150, നേരത്തെ നമുക്ക് വലിയ എസ് ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 1 മിനിറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടിയ ട്രേഡിൻ്റെ ഗുണം എന്താണ്? SL കുറച്ചും കൂടി എന്തായിട്ടുണ്ട്? ചെറുതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 50 മിനിറ്റിൻ്റെ സോൺ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സംഭവം കണ്ടോ, ത്രൂ ഔട്ട് ഡൗൺ സൈഡ് മൊമെൻറ്റം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാമല്ലോ. എന്താണ്? പ്രീവിയസ് ഇവിടെ നിന്നുള്ള ഈ ഒരു 1 മിനിറ്റിൻ്റെ ഒരു OB വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. സോ അവിടം വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ലോജിക്കലി നിങ്ങളുടേതായ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. മനസ്സിലായോ. സോ അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സോ ഇവിടെ ഇക്വിലിബ്രിയത്തിൻ്റെ ട്രേഡ്സ് ആണ് നമ്മൾ കൂടുതലും
നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അഗ്രസീവ് കണ്ടീഷനിൽ നമ്മൾ അതാണ് കൺസിഡർ ചെയ്യാറുള്ളത്. കാരണം മാർക്കറ്റ് അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ നോക്കിക്കോ കറക്റ്റീവ് ആയിരിക്കും, ഇമ്പൾസീവ് മൂവ്മെന്റ് ആയിരിക്കും ഡയറക്ഷനിലേക്ക് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഡൗൺ സൈഡ് ആണ് ഡയറക്ഷൻ. സോ അങ്ങോട്ടേക്ക് പോയപ്പോൾ കറക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. യെസ്, കണ്ടോ? സോ നിങ്ങൾ കാണുമ്പോൾ ഇത് ഇത്ര ഉള്ളോ അല്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇവിടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ? ഇത് എത്രയുണ്ട്? ഏകദേശം 1:5 പോയിന്റാണ് നിങ്ങൾ നോക്കണ്ടേ. ഏകദേശം 885 പോയിന്റിന്റെ ഒരു ട്രേഡാണ് നിങ്ങളിവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ ഈ മൊമെന്റ് നമ്മൾ ഇത്രയും മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും കാര്യമാണെന്നല്ല, നമ്മളെപ്പോഴും റിസ്ക്കും റിവാർഡും. കണ്ടോ? ഈ ഒരു പൊസിഷൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ, പക്ഷെ മൂവ് ചെയ്തേക്കുന്നത് 800 പോയിന്റ് ആണ്. പക്ഷെ അത് വലിയ കാര്യമുള്ള കാര്യമല്ല. നോർമലി ഒരു 200 പോയിന്റിൽ നമുക്കൊരു പൊസിഷൻ സൈസ് ചെയ്തിട്ടുള്ള ട്രേഡ് എടുക്കുന്ന എന്ത് ഫീലാണോ അത് തന്നെയാണ് നല്ല മൂവ്മെന്റ് ഉള്ള മാർക്കറ്റിലുള്ളത്. സോ അവിടെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ കുറവ് മതി. ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ചിലപ്പോൾ കൂടിയേക്കാം. പിന്നെ എന്താണ്, മൊമെന്റം കൂടുതലുണ്ടാവും. അതിൽ വലിയ എക്സൈറ്റ്മെന്റ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിച്ച് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബൈസ് ആണ്, നമ്മളുടെ മാർക്കറ്റാണ് വോളറ്റൈൽ ആയിട്ടുള്ളത്. സോ അവിടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ കടമയാണ് അല്ലേ? സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. സോ ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളത് ഓൾറെഡി ഇതിന് ശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നു. കണ്ടോ? പിന്നീടുള്ള കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, തിരിച്ച് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. അതാണ് മേജർ ആയിട്ടുള്ള 2 ഹൈസും ലോസും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? ഇവിടെ നമുക്ക് റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കിട്ടി ഇറങ്ങി അല്ലേ? അപ്പോൾ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നു ഇപ്പോഴും റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അവർ ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? നമുക്ക് തന്നെയാണ് പണി അല്ലേ? അപ്പോൾ എഗെയിൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? എന്താണ് കാരണം, ത്രൂ ഔട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മുടെ വീഡിയോ ആദ്യമായിട്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ മന്തിൽ റിസ്ക് റിവാർഡിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് PNL വെച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് നോക്കുക. യെസ്, അഗെയിൻ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്ത സോൺ കണ്ടോ? വരച്ച കറക്റ്റ് സോൺ. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ഹൈ ടൈം ഫ്രെയിമിന് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് നല്ലൊരു പ്ലാൻ തന്നെ ആയിരുന്നില്ലേ? യെസ്. സോ അതിനുശേഷം ഇവിടെ താഴേക്കാണ്. പക്ഷേ ഇവിടെ കൺഫർമേഷൻ വേണമെങ്കിൽ സോ താഴേക്കുള്ള പ്ലാൻ ഞാനിവിടെ പറയാൻ നിന്നില്ല. കാരണം ഇതിൽ കയറിയിട്ട് പ്രോഫിറ്റ് എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് താഴേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വെറുതെ പുട്ടൊക്കെ മേടിച്ച് ഭയങ്കര പ്രശ്നത്തിലാവും. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ, മാർക്കറ്റ് ത്രൂ ഔട്ട് താഴെ വന്നു അല്ലേ? എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടാണ് എങ്കിൽ കുഴപ്പമില്ല. എപ്പോഴാണ് തന്നെ മാർക്കറ്റ് ഇവിടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായ സമയത്ത് അല്ലേ? ഇവിടെയാണ് തന്നിട്ടുള്ളത്. സോ ഇതാണ് കറൻ്റ്ലി സിറ്റുവേഷൻ. കംപ്ലീറ്റ് ആയി കണ്ടോ? സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിത് ചില ആൾക്കാർ വിചാരിക്കും അല്ലേ, ട്രേഡൊക്കെ കഴിഞ്ഞിട്ട് ചാർട്ട് എടുത്ത് പറയാൻ എല്ലാവർക്കും പറ്റുന്നു. സോ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മളിത് ഗ്രൂപ്പിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ടൈം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഞാനത് ഇന്ന് മാർക്കറ്റ് അവർ കഴിഞ്ഞ് നമ്മളെടുത്ത് കാണിക്കില്ല. ചില തോട്ടുണ്ടാവും ചിലവർക്ക്. സോ നമ്മളുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. HTF2 കണ്ടോ, മേളിലേക്ക് നോക്കാന്നുള്ളതും അതിൻ്റെ കൺഫർമേഷനും. സോ ഇവിടെ ട്രേഡായിട്ട് ഞാൻ ഒരിക്കലും ഇന്ന പ്രീമിയം എടുത്തോ അങ്ങനെ ഒരു കാര്യം, നമ്മൾ ട്രേഡ് പ്രൊവൈഡ് ചെയ്യണ ഒരു സെറ്റപ്പ് ഇല്ല. സിഗ്നൽസ് കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ലേണിംഗ് പർപ്പസ് ആയിട്ട് നിങ്ങൾ നോക്കാം. സോ ഇതാണ് കറൻ്റ്ലി ഇന്ന് ഉണ്ടായിരുന്ന അപ്ഡേറ്റ്സ്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ഇന്ന് സങ്കടത്തിലായിരുന്നു. അത് ഓൾറെഡി നമുക്ക് ഗ്രൂപ്പിൽ കാണാനുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, മാർക്കറ്റ് ഇങ്ങോട്ട് പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ കറൻ്റ്ലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് നിൽക്കുകയാണ്. മാർക്കറ്റിന് എന്ത് ചെയ്യും? മോദിജി പോണതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുക അല്ലേ? സോ ഇതാണ് കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ. സോ നാളത്തെ പ്ലാൻ നോക്കുകയാണെങ്കിൽ സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ട്രക്ചർ തന്നെ നോക്കാം. സോ ബാക്കിയുള്ള ലെവൽസ് ഒന്ന് ഞാൻ മാറ്റണേ. ചില ലെവൽസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമുക്ക് ഡെയിലി എന്താണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈ ലിക്വിഡിറ്റി അല്ലേ, ഇതിങ്ങനെ കിടക്കണത് അത്ര നല്ല കാര്യമില്ല. സോ ഇത് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണ് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഹൈ ആണ്. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാളെ പോയി എടുക്കുമെന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നില്ല. പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒപ്പം പയ്യെ പോവാം അല്ലേ? സോ എഗെയിൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ത്രൂ ഔട്ട് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിന് എന്ത് ചെയ്തിട്ടുണ്ട്?
കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ലോ എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. സോ ആ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കറൻ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കറൻ്റ്ലി ഫെയിലായിട്ട് നിൽക്കുകയാണ്. കറൻ്റ്ലി ഫെയിലായിട്ട് നിൽക്കുക കേട്ടോ. ഇപ്പോൾ അത് ഫെയിലായിട്ടാണ് മാർക്കറ്റിൽ എൻഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ. സോ അതിൻ്റെ ഒപ്പം ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതെടുത്തു. സോ ഇനി എടുക്കാനുള്ള ലിക്വിഡിറ്റി സോൺസ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. താഴേക്കുള്ള കണ്ടീഷനിൽ ഈ ഒരു സോൺ എടുക്കാനുണ്ട് അല്ലേ. ഇവിടെ ഉണ്ട്, അതേപോലെ ഇതിവിടെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലേ. ഇതൊക്കെ മാർക്കറ്റിൽ ഉള്ള സ്ഥലമാണ്. മേജറായിട്ട് അടുത്ത് റീടെസ്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. താഴേക്ക് വരികയാണെങ്കിലുള്ള കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നമ്മളിത് പ്ലോട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ പോയിട്ട് പുട്ട് മേടിച്ച് വെക്കരുത് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. യെസ്, അപ്പോൾ ഇത് ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓൾറെഡി ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓൾറെഡി സ്ട്രക്ചർ നോക്കാമെന്ന് നമ്മൾ സ്ട്രക്ചറിൽ തന്നെ പോട്ടെ. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നു അല്ലേ. സ്വഭാവം മാറിയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ. സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു കറൻ്റ്ലി മാർക്കറ്റിൻ്റെ. ഇവിടെ സപ്ലൈ ആണ് കറൻ്റ്ലി ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. സപ്ലൈസ് ഒന്ന് പറഞ്ഞാൽ ഇതാണ്, കറൻ്റ്ലി ഉള്ള സപ്ലൈസ് ഒന്ന് പറഞ്ഞാൽ ഇതാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി? 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ ഇനിയിപ്പോൾ 15 മിനിറ്റ് നോക്കണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ 1 അവറിൻ്റെ കണ്ടീഷൻ ഇതാണ്. സോ ഇത് എന്ത് ചെയ്യാം? 1 അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന മോനെ കണ്ടോ, ഹയർ ഹൈയും ഹയർ ലോയും, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. എഗെയിൻ മാർക്കറ്റ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം അല്ലേ. അപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ. സോ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. യെസ്, 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോൺ തന്നെ കൺസിഡർ ചെയ്യാം. അതിനൊപ്പം പ്രീവിയസ് ഡേയുടെ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എന്താ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലോ ഇതായിരുന്നു ലോ ഉണ്ടായിരുന്നത്. ആ ലോയിനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ക്രിയേറ്റ് ആയി. ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. അതിൻ്റെ ഒരു 50% സോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കണ്ടോ. യെസ്, ഇതിൻ്റെ ഒരു 50% സോണാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ ഇത് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രകാരം മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റി സോണിലേക്ക് മാർക്കറ്റ് വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സോണിൽ നിന്ന് കണ്ടിന്യൂഷൻ തന്നെയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് വരാനുണ്ട്. എത്ര പോയിന്റ്? ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. യെസ്, ഏകദേശം 1400 പോയിന്റ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ആ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരാം. യെസ്, ഇനി മാർക്കറ്റ് മേളിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഡെയിലി ഒരു പ്ലാൻ നമ്മൾ നോക്കണം. ഡെയിലി പ്ലാൻ നമുക്ക് എടുക്കണമെങ്കിൽ 15 മിനിറ്റിലൊരു ട്രെൻഡ് റിവേഴ്സൽ തന്നെ മനസ്സിലായോ. ഡെയിലി പ്ലാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കൊരു സോൺ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ. യെസ്, ഈ 2 ലെവൽ നിങ്ങൾ പ്ലോട്ട് മനസ്സിലാക്കി വെച്ചോ. ഇതിലും ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. കറൻ്റ്ലി ഉള്ള സോൺ ഇതാണ്. റെഡ് കളർ കൊടുക്കാം അല്ലേ, നമ്മൾ സൈക്കോളജിക്കൽ സോൺസ് അല്ലേ. ഇതാണ് കറൻ്റ്ലി മാർക്കറ്റുള്ള സോൺ. അപ്പോൾ ഡയറക്ഷണൽ മാർക്കറ്റ് ഇവിടെ വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാം? 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരാം അല്ലേ. അത് തന്നെ നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റിൽ തരാൻ ഉണ്ട് മേളിലേക്ക് കണ്ടോ. ഏകദേശം 3000 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം മാർക്കറ്റ് ഉണ്ട് മേളിലേക്ക്. സോ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ 15 മിനിറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ കിട്ടിയാൽ എന്ന് വെച്ചാൽ 15 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയല്ലേ നിൽക്കണേ. യെസ്, അപ്പോൾ 15 മിനിറ്റ് സപ്ലൈ ആയിട്ട് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഈ ഒരു സോണിനടുത്ത് തന്നെ. ഇതാണ് 15 മിനിറ്റിൻ്റെ സപ്ലൈ ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ മാർക്കറ്റ് ഈ പറയുന്ന സോണിൽ നിന്നും മാർക്കറ്റ് താഴെ വന്നു എന്ന് വിചാരിക്കും. യെസ്, ഇവിടെ വന്ന് മാർക്കറ്റ് ഇവിടെ എത്തി. യെസ്, ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്താലാണ് നമുക്ക് ഇങ്ങോട്ട് ഈ പറയുന്ന റെഡ് ലൈൻ ഈ 2 ലെവൽസിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അത് നമുക്ക് ഓൺ ടൈമിൽ മാർക്കറ്റ് ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യാം അല്ലേ എല്ലാവർക്കും? നാളെ ഇവിടെ ഇങ്ങനെ ട്രേഡ് എടുക്കും അതാണ് എല്ലാവരും സംശയം. ഒരു സംശയവും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. എന്താണ്? മാർക്കറ്റ് കറൻ്റ്ലി 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നിൽക്കുകയാണ്, അത് മറക്കണ്ട കേട്ടോ.
കണ്ടോ, ഇവിടെയാണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട്. ഇവിടെ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് വന്നു. അതിന് മുമ്പത്തെ ലോ എന്ന് പറയുന്നത് ഇതാണ്. സോ അത് ബ്രേക്ക് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നിൽക്കുകയാണ്. സോ മേജർ ആയിട്ടുള്ളൊരു സപ്ലൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു സോണാണ്. അവിടെ വരെ പോയാലും മാർക്കറ്റ് താഴേക്കും. സോ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈയിലേക്ക് വരും കേട്ടോ. കറൻലി മാർക്കറ്റ് ഇവിടെ വരെ വന്നു, എൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ എടുക്കുക. ഇവിടെ ഏതാ 47,000 എന്നുള്ള സോൺ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. പിന്നീട് 46,500, 46,500. അടുത്ത ഏതാ, താഴേക്കുള്ള മേളിലേക്കുള്ള 3 ലെവൽസ് എടുത്തു. ഒരു 1400 പോയിന്റ്സിലുള്ള എല്ലാം നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് താഴേക്കുള്ളതും അതുപോലെ മേളിലേക്കുള്ള ലെവൽസ് നിങ്ങൾ അതേപോലെ പ്ലോട്ട് ചെയ്തെടുക്കുക. ഈ ലെവലുകളിലൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇന്നും ഇന്നലെയും പറയണല്ലോ അല്ലേ. വീക്സ് ആയിട്ട്, ഒരു മാസമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലെവൽ കണ്ടോ, പ്രോപ്പറായിട്ട് ഇന്ന് തന്നെ നോക്കിക്കുക എത്ര ടൈംസ് ആണ് മാർക്കറ്റ് അവിടെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻസ് നോക്കുക. ഇനി മാർക്കറ്റിൽ എങ്ങനെയാണ് കണ്ടീഷൻ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിലേക്ക് നോക്കുക. ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് വന്ന കണ്ടീഷനിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് തന്നെ ഈ ഒരു മാർക്കറ്റിൽ ചെയ്യാനുള്ളൂ. വേറെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. കാരണം ഇതാണ് നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ചെയ്യുള്ളൂ എന്നല്ല, മാർക്കറ്റ് എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളുടെ സെറ്റപ്പിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. എന്താ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ അപ്ഡേഷൻ എല്ലാവരുടെ ഭാഗത്തും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട. വെബിനാർ നമ്മളൊരു 16th നമ്മുടെ വെബിനാർ ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇനി അധികം കഥകളൊന്നുമില്ല, നമുക്ക് അടുത്ത ദിവസം അറിയാം എന്താണ് അടുത്ത കണ്ടീഷൻ അല്ലെങ്കിൽ അടുത്ത പ്ലാൻസ് എന്താണെന്നുള്ളത്. നോർമലി ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻസ് ആണ്. സോ നിങ്ങളത് നോക്കാം. കൂടുതൽ കഥ പറഞ്ഞ് വലിച്ചിടുന്നില്ല. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.